അഭിസംബോധന ചെയ്തുള്ള പ്രസംഗം തുടങ്ങിയത്. രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നേരത്തെ അദ്ദേഹം ട്വിറ്ററിൽ സന്ദേശം പങ്കുവച്ചിരുന്നു. വിഭജനത്തിൽ ജീവൻ വെടിഞ്ഞവരെ സ്മരിക്കുന്നുവെന്നും മോദി പറഞ്ഞു. പുതുഊർജ്ജം പകരുന്ന വർഷമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ഒളിമ്പിക് മെഡൽ ജേതാക്കൾ പകർന്നത് ജനകോടികളുടെ ഹൃദയമാണ്. ഭാവി തലമുറയ്ക്ക് ഇത് പ്രചോദനമാണ്. സ്വന്തമായി കോവിഡ് വാക്സിൻ നിർമ്മിക്കാൻ കഴിഞ്ഞത് വൻ നേട്ടമായെന്നും അദ്ദേഹം പറഞ്ഞു. നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്നിവരെ അദ്ദേഹം അനുസ്മരിച്ചു. ഒളിമ്പിക്സ് വേദിയിൽ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ കായിക താരങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് പടനയിച്ച ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ, വാക്സിൻ വികസിപ്പിക്കാൻ പ്രയത്നിച്ച ശാസ്ത്രജ്ഞർ എന്നിവരെ രാജ്യം ആദരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. ഒളിമ്പിക്സ് വേദിയിൽ രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ കായിക താരങ്ങളെയും അവരുടെ നേട്ടത്തെയും രാജ്യം അഭിനന്ദിക്കുന്നു. ഒളിമ്പിക്സ് വേദിയിലെ പ്രകടനത്തിലൂടെ നമ്മുടെ ഹൃദയം കീഴടക്കുക മാത്രമല്ല താരങ്ങൾ ചെയ്തതെന്നും ഭാവി തലമുറയ്ക്ക് പ്രചോദനമായി മാറിയെന്നും പ്രധാനമന്ത്രി. വളരെ സമാധാനപരമായി കോവിഡിനെ നേരിടാൻ രാജ്യത്തിന് കഴിഞ്ഞു. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് രാജ്യം ഈ പോരാട്ടത്തിൽ മുന്നോട്ടു പോയത്. നമ്മുടെ ശാസ്ത്രജ്ഞരുടെ പ്രയത്നത്തിന്റെ ഫലമായി വാക്സിനുകൾക്കായി നമുക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ മുന്നോട്ടു പോകാൻ കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ പ്രക്രിയയുടെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 54 കോടിയിലധികം ജനങ്ങൾക്ക് വാക്സിൻ നൽകിയെന്നും പ്രധാനമന്ത്രി. വളരെ സമാധാനപരമായി കോവിഡിനെ നേരിടാൻ രാജ്യത്തിന് കഴിഞ്ഞു. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് രാജ്യം ഈ പോരാട്ടത്തിൽ മുന്നോട്ടു പോയി. നമ്മുടെ ശാസ്ത്രജ്ഞരുടെ പ്രയത്നത്തിന്റെ ഫലമായി വാക്സിനുകൾക്കായി നമുക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ മുന്നോട്ടു പോകാൻ കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ